ഹായ്, അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ. ആദമുക്ക് ഗ്രൂപ്പിൽ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലുള്ള ചില ചർച്ചകൾ ഇങ്ങനെ എടുത്തപ്പോൾ മതപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് എടുത്തപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതിന് വെളിച്ചമുണ്ടോ? അവിടെ കാറിലിരുന്നു. കാറിൽ അത്ര വെളിച്ചമില്ല, ഇവിടെ കുറച്ച് വെളിച്ചമുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും വേറൊന്നുമല്ല, നമ്മുടെ ഈ ഇസ്ലാമികപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൽ മനസ്സിലാക്കിയ ചില സംഗതികൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഔലിയാക്കളുടെ കറാമത്തുകളും മറ്റ് കഥകളൊക്കെ നമ്മൾ മനസ്സിലാവാൻ വേണ്ടി, എന്താ പറയുക, പൊതുവെ തള്ളു കഥ എന്നൊക്കെ പറയുമല്ലോ, നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ചില കഥകൾ, അതിൻ്റെ പ്രാമാണികത ഇസ്ലാമിൽ അത് പ്രമാണമാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് പല സമയത്തായിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ വരാറുണ്ട്. ആ ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച അതൊരു 4 ദിവസത്തോളം നിലനിന്നു. പല വാദങ്ങളും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇവിടെ വന്നു. മാഷാ അല്ലാ, വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ തന്നെയുള്ള ആളുകൾ വളരെ, എന്താ പറയുക, ഇഖ്ലാസോടുകൂടി സത്യസന്ധമായിട്ട് നമ്മൾ അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യാണ്. അത്തരം അന്ധവിശ്വാസങ്ങളെ അതിൻ്റെ മുഖ്യ പ്രചാരകരായിട്ടുള്ള ആളുകളെയൊക്കെ എതിർത്ത് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. സത്യത്തിൽ അതൊക്കെ എന്താ പറയുക, അവരുടെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു സംഗതിയൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതിനൊക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ 2-3 കാര്യങ്ങളാണ് ഇവിടെ വരാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കഥകൾ വരും. അത് നമ്മുടെ ഉസ്താദല്ല, അല്ലെങ്കിൽ അത് വേറെ ഉസ്താദാണ്, പിന്നെ അത് വേറെ തെരീക്കത്താണ്, നമ്മളെ മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ ഇവരത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവരത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഇതിൻ്റെ ഈ AP വിഭാഗം ഉസ്താദുമാരാണ്. നമ്മൾ വിഷയം പറയാൻ വേണ്ടി ആരെയും നമ്മൾ പരമാവധി ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വിഷയം മാത്രം പറയുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ എന്തായിരുന്നാലും സൂചിപ്പിച്ചു പോവേണ്ടി വരുമല്ലോ. ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ, ഈ ചർച്ചകളിലൊക്കെ വന്നതുപോലെ AP വിഭാഗം സുന്നികളായിട്ടുള്ള ആളുകൾ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രചാരകരായിട്ട് മെയിനായിട്ട് മുമ്പിലുണ്ടായിരുന്നത്. എല്ലാ കഥകളും ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിൽ തന്നെ ചില ഉസ്താദുമാർ, ഇപ്പോൾ പകര ഉസ്താദ്, നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന പല ട്രോളുകളൊക്കെ ആയിട്ട് വന്ന സംഗതിയാണ്. മറ്റേ എന്താ പറയുക, പ്ലെയിനുകൾ കൂട്ടിയിടിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ പല ഉസ്താദുമാരും പല രീതിയിലും, പിന്നെ പകര ഉസ്താദ് ഒരുപാട് സംഗതികൾ പറഞ്ഞു. പകര ഉസ്താദൊക്കെ ഇപ്പോഴും ഇവരുടെ സംഘടന അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് സംഗതികൾ, എല്ലാത്തിൻ്റെ ക്ലിപ്പുകളൊന്നും നമ്മളിവിടെ ഇടുന്നില്ല, ഒരുപാട് വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടിപ്പോവും. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പലതും ഇന്നും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇവർക്ക് തന്നെ ആർക്കും തന്നെ അംഗീകരിക്കാനോ ഒന്നും പറ്റൂലല്ലോ. അതിനെയൊക്കെ ഇവർ ശരിക്കും അങ്ങനെ എതിർക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരെയും അതിന് ഗണന നൽകണ്ടേ? അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ശരിയല്ല. മൊത്തത്തിൽ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നമ്മളിത് പറയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മളിതിനെ എതിർക്കുന്നുണ്ട് എന്നൊക്കെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ഇവരുടെ ഒരുപാട് ഉസ്താദുമാർ, നമ്മൾ അവസാനം പറയാം, ഏതായിരുന്നാലും ഇവരുടെ ഈ ഒരു മാറ്റം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് അവസാനത്തേക്ക് പറയാം. എങ്കിൽ കൂടി അതിലൊന്നുകൂടി ആത്മാർത്ഥത വേണമെങ്കിൽ ഈ ഓരോ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യമാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പലതും. അതിനെയൊക്കെ ഓരോന്നിനെയും എടുത്തിട്ട് ഇവർ ഗണ്ണിക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇവിടെ ഒറ്റപ്പെട്ട പറയലുകൾ പറയും. അതിൻ്റെയും തന്നെ അവസ്ഥകൾ നമുക്ക് പറയാം. അത് നമ്മളെ ആളല്ല, നമ്മളത് അംഗീകരിക്കുന്നില്ല, നമ്മളതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും നമ്മൾ കേട്ടു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോ ഒരാള് പറഞ്ഞു, ഒരു രോഗിയായ ഒരു മനുഷ്യൻ തങ്ങളുടെ അടുത്തേക്ക് വന്നൊരു കഥ ഇപ്പൊ അടുത്തുണ്ടായൊരു സംഭവം പറഞ്ഞു. ഒരു രോഗിയായ മനുഷ്യൻ വന്നപ്പോ തങ്ങളൊരു കെട്ട് ബീഡി അങ്ങ് കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ ഞാൻ ബീഡി വലിക്കലില്ല എന്ന് പറഞ്ഞ്. അപ്പൊ കൂടെയുള്ള ആള് പറഞ്ഞതാ, അങ്ങനെ പറയണ്ട, ഒരെണ്ണം എടുത്തിട്ട് ബാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇയാൾ ഒരെണ്ണം കീശിലിട്ട് ബാക്കി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ പുരയിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ബീഡി വലിച്ചതാ. ബീഡി ഇങ്ങനെ വായിൽ വെക്കുമ്പോ ഭാര്യ ചോദിക്കാണ്, സുബ്ഹാനല്ലാഹ്, ജീവിതത്തില്ലാത്തൊരു പരിപാടി എവിടെ നിന്നാ തുടങ്ങിയത്? അപ്പൊ ഇവൻ പറഞ്ഞു, തങ്ങൾ തന്നതാണ് സുബ്ഹാനല്ലാഹ്. ഇവനങ്ങ് വായിലങ്ങ് വീടിയും വെച്ച് അങ്ങ് കത്തിക്കാൻ തുടങ്ങി. അങ്ങ് കത്തിച്ച് പുക ഇങ്ങനെ പേറ്റേക്ക് പോയപ്പോ ഇവനങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങി. സുബ്ഹാന റബ്ബി. ഈ ഛർദിയിലൂടെ ഇവന്റെ വയറ്റിന്ന് പുറത്തേക്ക് വരാത്ത സാധനമൊന്നും ബാക്കിയില്ല. എല്ലാം അങ്ങ് ക്ലിയറായപ്പോ ഇയാളെ രോഗം മാറി. ഈ രോഗം മാറ്റാനല്ലേ. അപ്പോൾ നമ്മൾ കേട്ടത് ഒരു ബീഡി വലിച്ചപ്പോൾ രോഗം മാറിയ ഒരു കഥ. അതിൻ്റെ ബാക്കിയൊന്നും കൂടുതലായിട്ട് ഇടുന്നില്ല, നമുക്ക് ടൈം പരമാവധി വലിയ ലെങ്തി ആവണ്ടല്ലോ. അതിൻ്റെ ഒരു കണ്ടന്റ് അതിൽ വ്യക്തമാണ്.
എന്തോ ബീഡി വലിച്ചപ്പോൾ പിന്നെ രോഗം മാറിയെന്നാണ് അതിൻ്റെ ഒരു കണ്ടന്റ്. ഇതിന് എന്ത് പ്രമാണം എവിടെ എന്തെന്നൊന്നുമില്ല. ഇതൊക്കെ നാട്ടിൽ ഉസ്താദുമാരെ കൊണ്ടുവന്ന് സ്റ്റേജ് കെട്ടി ആളുകൾ, സാധാരണക്കാരായ ആളുകളെ ദീനായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ വിശ്വസിക്കുന്ന നമ്മുടെ സ്റ്റേജുകളിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഉസ്താദ് ആരാണ്, നമ്മുടെ സംഘടനൻ്റെ ആളാണോ, ഈ ഉസ്താദ് ആധികാരികമാണോ, ഉസ്താദ് ഏതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും വരാം, അതിലേക്കാണ് വരുന്നത്. എന്താ സിഎം, സുബ്ഹാനല്ലാഹ്, സിഎമ്മിനെ പാമ്പ് കടിച്ചു, പാമ്പ് ആത്മഹത്യ ചെയ്തു. എന്തേ? എത്ര സംഭവം? പാമ്പ് ആത്മഹത്യയിലെ അപ്പുറതിയോ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുമായി ബന്ധമുള്ള ജന്തുക്കൾക്ക് അങ്ങനെയാണ്. സിഎം ദർസ് നടത്തിയിരുന്നു മടവൂരല്ലേ, വേറൊരു പള്ളിയിൽ. അവിടെ ദർസ് നടത്തുമ്പോ സിഎം വലിയുല്ലാഹി ഒരു ദിവസം രാത്രി, അന്നൊന്നും ടോർച്ചും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു പാമ്പിനെ ചവിട്ടിപ്പോയി. പാമ്പ് കടിച്ചു സിഎം വലിയുല്ലാഹിയെ. കടിച്ച് ദർസിലേക്ക് വന്നു, ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ നോക്കിയപ്പോ രക്തമൊന്നുമില്ല. നേരം വെളുത്ത് നോക്കുമ്പോ വലിയൊരു മൂർഖൻ പാമ്പ് ചത്ത് കിടക്കുന്നു. അത് കുത്തുബി തങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അതൊരു കറാമത്ത്. അവരെ കടിച്ച പാമ്പ് ചാവല്. പക്ഷെ ഇത്ര പറഞ്ഞ് നമുക്ക് നിർത്തായിരുന്നു. സിഎമ്മിനോട് പോയിട്ട് ഇവര് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ കടിച്ച പാമ്പ് ആ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ പറഞ്ഞ വാക്കെന്താന്നറിയോ? ആള് മാറി കടിച്ചു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. കണ്ടോ, ആള് മാറി കടിച്ചു, ആ ദുഃഖത്തിൽ പാമ്പ് തലട്ട് തച്ച് ചത്തു. ഇതാ സംഭവം. സിഎമ്മിനെ കടിച്ചല്ലോ എന്ന്. അവരാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ ബന്ധതാണ്. അള്ളാഹു വല്ല ബർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കട്ടെ. ഏത് കഥയാണ് നാം ഈ പറയുന്നത്? ആരുടെ കഥയാണ് നാം ഈ പറയുന്നത്? അപ്പോൾ നമ്മൾ കേട്ടല്ലോ, പാമ്പ് ആത്മഹത്യ ചെയ്തു. ഒരു ഔലിയാനെ പാമ്പ് കടിച്ചിട്ട് പിന്നെ ആള് മാറി കടിച്ചു പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള കഥ. കൂടുതലൊന്നും പറയണ്ടല്ലോ. എന്ത് പ്രമാണമാണ് ഇതിനുള്ളത്? ഇവരും ഇന്നും ഇവരുടെ ആളായിട്ട് ഒരു സ്ഥാപനം, ഞാൻ മനസ്സിലാക്കുന്ന അതിന് ഒരു വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ സ്ഥാപനം നടത്തിയാലും ഇല്ലെങ്കിലും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് ഇതിനെയൊക്കെ ഇവർ ഗണ്ണിച്ചിട്ടുണ്ടോ? ഈ മൊത്തത്തിൽ ഇങ്ങനെ ആളുകൾ നിരന്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ മൊത്തത്തിൽ പിന്നെ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാന്നല്ലാതെ ഈ പോയിന്റ് ഔട്ടായിട്ട് ഇവർ ഇതിനൊന്നും ഗണ്ണിച്ചിട്ടില്ലല്ലോ. ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തു ഇവരുടെ കയ്യിൽ നിന്ന് പോയി എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. എല്ലാത്തിനും തുടക്കം കുറിച്ചത് ഇവരാണ്. അപ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഈ പാമ്പിൻ്റെ കഥയും ഇത്തരം കഥകളൊക്കെ ചില ഉസ്താദുമാർ മാത്രമല്ലേ, നമ്മൾ കാര്യപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കാന്തപുരം, പേരോട്, ഒരു പ്രമാണമില്ലാതെ പേരോട് ഈ അടുത്ത് പറയുന്നത് ഒരു പിന്നെ ഒരു മുട്ടുസൂചി എന്താ പറയുക, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചാക്കിയപ്പോൾ അകത്തു പോയ ഒരു മുട്ടുസൂചി ഇങ്ങനെ ഉയർന്നു വന്നു എന്നുള്ള ക്ലിപ്പ് നമ്മൾ ഇടാതിരിക്കുകയാണ്. ഒരുപാടുണ്ട്. അതുപോലെ പാമ്പിൻ്റെ കഥ, അങ്ങനെ ഇത്തരം കഥകൾ മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ വരെ, ഇവർ ഏതെങ്കിലും തെരീക്കത്തിലുള്ള ഏതെങ്കിലും ആളുകളല്ല. ഇസ്ലാമിൽ ഒരു കാര്യം പ്രമാണമായിട്ട് വരണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡമുണ്ടോ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു തെളിവില്ലാതെ ഇത്തരം കഥകൾ പറയുന്നവർ ഈ പകരയോ കുറച്ചാളുകൾ ആരുമല്ല. പേരോട്, കാന്തപുരം ഉൾപ്പെടെ മെയിൻ സ്ട്രീമിലുള്ള ആളുകളാണ് ഇത് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് ഇത് പോയപ്പം ചെറുതായിട്ട് പ്ലേറ്റ് മാറ്റി തുടങ്ങിയതാണ്. ഏതായിരുന്നാലും ഇത്തരം ഒരു പാമ്പ് കടിച്ച് പാമ്പ് ചത്തുപോയ കഥ പേരോട് തന്നെ, കാന്തപുരം തന്നെ പറയുന്നത് ഒന്ന് മാത്രം നമുക്ക് കേൾക്കാം. നമുക്ക് സമയം കൂടുതൽ ക്ലിപ്പ് ഇടാൻ നമ്മളെ ലെങ്തി ആയിപ്പോവും. ഒറ്റൊന്ന്, അത് കാര്യപ്പെട്ട ആൾ തന്നെ ആയിക്കോട്ടെ, കാന്തപുരം തന്നെ പാമ്പ് കടിച്ചപ്പോൾ പാമ്പ് ചത്തുപോയി എന്നുള്ളത് കേട്ടിട്ട് നമുക്ക് പറയാം. ഒരു മുത്തഖിയായ മനുഷ്യനെ പാമ്പ് കടിച്ചാൽ അദ്ദേഹത്തിന് വിഷം തൂണ്ടുകയില്ല. എന്റെ ഉസ്താദ് ബോക്കറുകുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അവർ വാഴക്കാട് ദാറുൽ ഉലൂം എന്ന സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ ശൈഖായിരുന്ന, അവിടുത്തെ ഉസ്താദായിരുന്ന ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവர்கள் ഒരു ദിവസം തന്റെ വീട്ടിൽ നിന്ന് ദാറുൽ ഉലൂമിലേക്ക് എത്തിയോടെ എന്റെ ഉസ്താദ് പോക്കറുകുട്ടി മുസ്ലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, പോക്കറുകുട്ടി, ആ ഇടയിൽ
ഒന്ന് പോയി നോക്ക്, അവിടെ ഒരു പാമ്പ് എന്നെ കടിച്ചിരുന്നു, ഞാൻ കാല് കടന്നു പോന്നതാണ്. സഹോദരങ്ങളെ, അവിടെ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. ചെന്നു നോക്കിയപ്പോൾ ആ പാമ്പ് അവിടെ ചത്തുകിടക്കുന്നു. വലിയ പാമ്പ്, മൂർഖൻ പാമ്പ് കൂട്ടുപി തങ്ങളെ കടിച്ചു. അദ്ദേഹത്തിന് വിഷം കയറിയില്ല. അതേ സമയത്ത് പാമ്പ് വിഷം കൊണ്ട് ചത്തുപോയി. ഇത് വലിയ ഔലിയാക്കളുടെ, ആലിമീങ്ങളുടെ, സാലിഹീങ്ങളുടെ സ്ഥിതികളാണ് മക്കളെ, ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട. അപ്പോൾ ഇത്തരം സംഗതികൾ ഒരു പ്രമാണമില്ലാതെ പലപ്പോഴും നമ്മൾ ഈ ഗ്രൂപ്പിലെ ചർച്ചന്റെ ഒക്കെ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളല്ല, അത് വേറെ ആളുകളാണ്, നമ്മൾ അതിനെ എതിർത്തിട്ടുണ്ട്. എതിർത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ തന്നെ പഠിപ്പിച്ചു ഇത്തരം ഇതിപ്പോൾ തൊട്ട് മുമ്പുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള 8 വർഷത്തിന് മുമ്പേ എങ്ങനെയുള്ള ഒരു സ്പീച്ചാണ് ഈ കാന്തപുരത്തിൻ്റെ. അല്ലാതെയൊക്കെ ആയിട്ടുള്ള പേരോടിൻ്റെ ഒക്കെ നിരവധി, അതായത് ഒരു പ്രമാണമല്ല. അത് എന്താണ് പ്രമാണം, എന്താണ് അബൂബക്കർ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞ് ഇടയിൽ കണ്ട് എന്നൊക്കെ പറഞ്ഞത്, ഒരു പ്രമാണവും ഇല്ലാതെ എങ്ങനെയാണ് ഉദ്ധരിക്കുക? അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇവർ പഠിപ്പിച്ചു. ഇവരാണ് ഇത് വ്യാപകമാക്കി തീർക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചതെന്നാണ് നമ്മൾ ഒരു കണ്ടന്റ്, ഒരു വിഷയം പറയുമ്പോൾ ഒരു കണ്ടന്റ്, ഒരു പോയിന്റ് വേണമല്ലോ. ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. അപ്പോൾ ഇത് ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. ഇതേപോലെ നിങ്ങൾ പറഞ്ഞത് ഒരുപാട്, നിങ്ങൾ കാര്യപ്പെട്ട ആളുകൾ ഒരു തെളിവില്ലാതെ പറഞ്ഞ നമ്മൾ തള്ളു കഥ എന്നൊക്കെ പറയുന്ന കഥകളിൽ ഒരുപാട്, നമ്മൾ കിതാബും അറബിയും ഒന്നും അറിയണമെന്നില്ല. അതിന് മലയാളത്തിൽ നിങ്ങൾ സംസാരിച്ചത് നിരവധി ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പകര ഉസ്താദോ ഏതെങ്കിലും ഉസ്താദോ എന്തെങ്കിലും തള്ളുകഥ പറഞ്ഞത് നിങ്ങളെ മേലേക്ക് വെച്ച് കെട്ടല്ല എന്നുള്ളതാണ് നമ്മളെ ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ കൂടി വന്നു. ആളുകൾ, സാധാരണ ആളുകൾ, സോഷ്യൽ മീഡിയ കാലം ആണല്ലോ. പണ്ടൊക്കെ ഒരു പ്രസംഗം കഴിഞ്ഞാൽ അത് അവിടെ ഒതുങ്ങിപ്പോകും. ഇതൊന്നും അത്ര വ്യാപകമല്ലാത്ത കാലത്ത് ആ കേട്ട സദസ്സേ കേൾക്കുള്ളൂ. അങ്ങനെ ഇത് ഒന്നായിട്ട് കേട്ടു ആളുകൾ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വിശ്വാസ്യതയും ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയൊക്കെ നമുക്കറിയാം. ഇസ്ലാമിൽ ഒരു കാര്യം പ്രാമാണികമായിട്ട് വരണമെങ്കിൽ ഉസൂലുൽ ഹദീസ് നിദാന ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് സാധാരണക്കാരായ ആൾക്ക് വരെ അറിയാലോ. ഒരു കാര്യം ഇസ്ലാമിൽ രേഖയാവണമെങ്കിൽ ഹദീസുകൾ ഇങ്ങനെ കൈമാറി വരും. ഒരു ഹദീസ് അടുത്ത ആളുകളിലേക്ക് നിവേദനം ചെയ്തത് അദ്ദേഹം ആരാണ്, അദ്ദേഹം ആരുടെ മകനാണ്, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, എത്ര വർഷം ജീവിച്ചു, അദ്ദേഹം കളവ് പറയുന്ന ആളാണോ. നമ്മൾ ലൈഫായ ഹദീസ് എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള മാനദണ്ഡങ്ങൾ, അദ്ദേഹം എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന എന്താ പറയുക ഹദീസുകൾ എടുക്കൂല. മീൻസ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവല്ല, നമുക്കത് അത്ര അറിയേയില്ല. ഏകദേശം കേട്ട ചില അറിവുകൾ മാത്രമാണ്. പ്രാമാണികമായിട്ടൊന്നും അത് സംസാരിക്കാൻ നമ്മളൊന്നും ആളുമല്ല. ഏതായിരുന്നാലും ഇത്രയും സൂക്ഷ്മമായിട്ടാണ് ഇസ്ലാമിലൊക്കെ ഒരു കാര്യം എടുക്കാമെന്ന് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ, എസ്പെഷ്യലി ഇപ്പം ഇത് പഠിക്കാനും അറിയാനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. ആളുകൾ ഇത് ചോദിച്ചു തുടങ്ങി, എവിടെ ഇതിന് രേഖ വേണ്ടേ, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇവർ പ്ലേറ്റ് മാറ്റി തുടങ്ങി. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. പറയൽ നിർബന്ധിതമായി. ഇത്തരം കഥകൾ, നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥകൾ, അല്ലെങ്കിൽ പ്രാമാണികമല്ലാത്ത കഥകൾ ഇനി നമ്മൾ പറയുന്നത്. ഇവർ ഉലമാ സമ്മേളനം വിളിച്ചു. അതായത് ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന ചെറിയ ഉസ്താദുമാരെ, പള്ളികളിലൊക്കെ ഉള്ള ഉസ്താദുമാരെല്ലാവരും വിളിച്ചുകൂട്ടി ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചുകൂട്ടി പറയൽ തുടങ്ങി. ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയ കാലമാണ്, പിന്നെ നമ്മളങ്ങനെ പറയരുത്. വീണ്ടും ആവർത്തിക്കുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിപ്പിച്ച് പറഞ്ഞത് ഇവരാണ്. ഇവരുടെ മാല കിതാബുകൾ, ഈ പറഞ്ഞ ചില ക്ലിപ്പുകളല്ലാതെ ഈ മാല കിതാബ് എന്നൊക്കെ നമ്മൾ പറയല്ലോ, മാലകൾ, ഒരുപാട് കഥകളൊക്കെ പലയിടത്ത് നിന്നും അങ്ങനെയൊക്കെ ഓരോ ഓവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നോവർ, ആയോവർ, പോയോവർ എന്നൊക്കെയുള്ള ബൈത്തുകൾ, ഈ പറഞ്ഞതുപോലെ യാതൊരു പ്രാമാണികമല്ലാത്ത സാധനം, അതിൽ മൊത്തം ഇത്തരം കഥകളാണ്. അതൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഏറ്റവും മിനിമം ഇത്തരം കഥകൾ നമ്മൾ പറയരുത് എന്നുള്ളിടത്ത് ഇവരെത്തി. അതിനുവേണ്ടി സമ്മേളനം വിളിച്ചു, ഉസ്താദുമാരെ കൂട്ടി ഈ കാര്യം പറയൽ തുടങ്ങി. ഒന്നിച്ച് അതിൻ്റെ പല സ്ഥലത്തും അത് വ്യാപകമായിട്ട് പറയൽ തുടങ്ങി. അതിൻ്റെ ചില ക്ലിപ്പുകൾ ഒന്നിച്ച് കാണാം നമുക്ക്. അവർക്ക് ആ മഹാനെ ആക്ഷേപിക്കാൻ വകുപ്പുണ്ടാകുന്ന ഒന്നും പറയാൻ പാടില്ല. വലാ യദ്കുറുഹു ബിഖൈർ, നല്ല എന്നെ പറയാൻ പാടില്ല. വലാ യദ്കുറുഹു ബിഖൈരിൻ ഇൻദ അഅദാഇഹി ഖൗഫൻ മിൻ അൻ യകൂന ദാലിക വസീലതൻ ലിഖദിഹിം ഫീഹി. ഖൈറായ കാര്യം തന്നെ പറയാൻ പാടില്ല. അപ്പൊ നമ്മളൊരു ഖൈർ പറഞ്ഞാൽ എതിരാളി എത്രയോ കുറ്റം പറയും മൂപ്പരെ. അങ്ങനെ വന്നാൽ നമ്മൾ ആ ഖൈർ പറയണ്ടെന്ന് നോക്കണം.
നമ്മൾ ആ ഹൈർ പറയേണ്ടതൊക്കെ പറയുമ്പോ ആ പ്രകീർത്തനം ശരിയാണെങ്കിൽ പോലും അതുകൊണ്ട് ശത്രു ഒരുപാട് കുറ്റം പറയുമെന്ന് കണ്ടാൽ ആ മഹാനെ കുറ്റം പറയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആകാൻ പാടില്ല. അതൊരു മുരീദിന്റെ ആദാമുൽ മുരീദി ഫീ ശൈഖിഹി, അതിൽ പ്രത്യേകം പറയുന്ന സംഗതിയാണ്. തന്റെ ശൈഖിന്റെ ബഹുമാനം ഒരാളെ മുമ്പിൽ പറഞ്ഞാൽ, ശത്രുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ അയാൾ കുറെ കുറ്റം ഇങ്ങോട്ട് പറയാനുള്ള വകുപ്പുണ്ടാകുമെങ്കിൽ പറയാൻ പാടില്ല. അദബുകേടാണ്. ഇനി ഒന്നുകൂടി വായിക്കാം, വേറൊരു ഭാരത്ത് വായിക്കാം കേട്ടോ. വമിൻഹാ അല്ലാ യൻഖുല മിൻ കലാമി ശൈഖി ഇൻദൻ നാസി ഇല്ലാ ബിഖദ്രി അഫ്ഹാമിഹിം വഉഖൂലിഹിം. ആളുകളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വല്ല ശൈഖിന്റെയും വാചകത്തിൽ വന്നാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ കുറെ ആളുകളുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് എന്താണ് തരീഖത്ത് എന്ന് അറിയില്ല, എന്താണ് ശൈഖ് എന്ന് അറിയില്ല, എന്താ മുരീദ് എന്ന് അറിയില്ല, എന്താ തസവുഫ് എന്ന് അറിയില്ല, എന്താ ഇൽമു എന്ന് അറിയില്ല. അവർക്ക് എന്തെല്ലോ വിളിച്ചു വരണം. ഇപ്പൊ നല്ല സുഖാണല്ലോ, കാരണം എല്ലാവർക്കും 5 പൈസ മുതലില്ലാണ്ട് ദുന്യാവട്ടാകെ എന്തു എത്തിക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു. പണ്ടത്തെ പോലെ പണ്ടൊരു അത് കിട്ടണമെങ്കിൽ ആർക്കും സംഘടിപ്പിക്കണ്ടേ, ആർക്കും സംഘടിപ്പിക്കാണ്ടൊരു അത് പറയാനാവില്ലല്ലോ, ഒരു പ്രസംഗം പറയാനാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, സംഘടിപ്പിക്കണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലില്ല മൊബൈൽ ഫോണ്. അപ്പൊ അതിൽ പറഞ്ഞാൽ ഇട്ടുവിട്ടാ മതിയല്ലോ. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താണ്, എല്ലാവരും വാളെടുക്കാണ്. ഇപ്പൊ അങ്ങനെ വാളെടുക്കാൻ നിന്നിട്ട് കുറെ മഹാന്മാരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഗതികൾ പറയുന്നു. അത് കടുത്ത അദബുകേടാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാനും ചെയ്യാനും പാടില്ല. അത് അപ്പൊ കേട്ടല്ലോ. അപ്പൊ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ വലിയ അദബുകേടാണ്, അത് പറയരുത്, അതിന് രേഖ വേണം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ഇതേ പേരോട് തന്നെ നമുക്കറിയാം, മുൻകാലങ്ങളിൽ പറഞ്ഞ ഒന്നും കൂടി നമുക്ക് കേൾക്കാം. ഒരു മഴ വേണ്ടാന്ന് പറഞ്ഞ സ്റ്റോറിയോ ഒന്ന് കേട്ടു നോക്കാം. അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്നാണെന്ന് പ്രസംഗം കേൾക്കുക. വന്നു മഴ, ഭയങ്കര മഴ വന്നു, എല്ലാരും ഓടാൻ പോവാണ്, എല്ലാരും എഴുന്നേൽക്കാണ്. ഇരിക്കണം അവിടെ, ഹൗസുല്ലാഹമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്നാണെന്ന് പ്രസംഗം കേൾക്കുക. വന്നു മഴ, ഭയങ്കര മഴ വന്നു, എല്ലാരും ഓടാൻ പോവാണ്, എല്ലാരും എഴുന്നേൽക്കാണ്. ഇരിക്കണം അവിടെ, ഹൗസുല്ലാഹമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. ഇരിക്കണം അവിടെ, ഹൗസുല്ലാഹമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. പെയ്യില്ലാന്നാ പറഞ്ഞത്, പെയ്യാതിരിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ ഇത്, പെയ്യില്ലാന്ന് പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഞാനന്ന് പേടിച്ചു കേട്ടോ. ഞാൻ അഥവാ പെയ്തെങ്കിൽ കുറ്റ്യാടി, ഇന്നത്തെ കുറ്റ്യാടിയല്ല അന്ന്, അന്നത്തെ കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ സുന്നികളെ കൂക്ക് വിളിച്ചു വിടുന്ന കാല. അന്നാ ഉസ്താദിനോട് പെയ്യില്ലാന്നാ പറഞ്ഞത്. മഴ പെയ്തില്ല, പ്രസംഗം മുഴുവൻ കഴിഞ്ഞ്. പിന്നെ അങ്ങനെ ഇവര് ഇത്തരം കഥകൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞ കഥകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവരെ മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ ഇവർ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത, യാതൊരു നിലക്കും ബുദ്ധിക്കും ഒരു കോമൺ സെൻസ് വരെ ഇല്ലാത്ത രീതിയിലുള്ള, ഒരു തെളിവില്ലാത്ത രീതിയിൽ ഇവർ തന്നെ പല മെയിൻ ആളുകൾ ഇവർ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ഉസ്താദുമാർ നമ്മളല്ല എന്ന് പറഞ്ഞ് കഴിയാൻ കഴിയൂല. നിങ്ങളെ മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ ഇക്കാലം വരെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് ലഭ്യമാണ്. ഏതായിരുന്നാലും ഇപ്പം ആളുകൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ പേരോട് ഉസ്താദ് മാത്രമല്ല പല ഉസ്താദുമാരും അതങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അതങ്ങനെ പറയരുത്, അതങ്ങനെയല്ല ഇങ്ങനെയല്ല, ഒരുപാട് ടേംസുകൾ, കശ്ഫ്, കറാമത്ത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ പല സ്ഥലത്തുനിന്നും പ്ലേറ്റ് ഒന്ന് മാറ്റി അതിൻ്റെ ചെറിയ 1-2 ക്ലിപ്പുകൾ അടുപ്പിച്ച് നമുക്ക് കണ്ടുപോവാം. വളരെ കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാണാം, എല്ലാറ്റിനും അവലംബം കാണേണ്ടത് കശ്ഫല്ല, മറിച്ച് ശറഅ ആയിരിക്കണം. ശറഅ എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പകർത്തുന്നോ അവരെ ഉൾക്കൊള്ളണം, അവരെ പൂർണ്ണമായും അംഗീകരിക്കണം. കശ്ഫിന്റെ പിന്നാലെ പോകരുത്. ഫൈനഹു ഖദ് യഖ്തിഉ, കശ്ഫ് പലപ്പോഴും പിഴക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ടായി. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. പ്രബോധകന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ ചോദിക്കും, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും, അള്ളന്നുണ്ട് വരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത യുക്തിവാദിയില്ലേ? യുക്തിവാദിന്റെ കഥ ഒന്ന് വെടക്കാകാൻ അതിനൊന്നും ബാക്കിയില്ല. അതേസമയം നല്ലൊരു വെടക്കായിപ്പോ നമ്മൾ നോക്കണ്ടോ, നല്ലൊരു. അപ്പോൾ നമ്മൾ കേട്ടല്ലോ, ഇത് പുതിയതാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, കയ്യിൽ നിന്ന് പോയപ്പോൾ
പുതിയ ഒരു ഇതായിട്ട് ഇപ്പോൾ വരാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? പിന്നെ സത്യമല്ല എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്നതോ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള, അതായത് രേഖകളൊന്നും ഇല്ലാത്തതേ നമുക്ക് കറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയരുതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ അടുത്ത് കഴിഞ്ഞതാട്ടോ. നമ്മൾ ഇതൊക്കെ പിന്നെ ഇതിനായിട്ട് സമ്മേളനം വിളിച്ച് ഇതിനായിട്ട് ഇതൊരു ക്യാമ്പയിൻ ആയിട്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ അടുത്ത് കഴിഞ്ഞതാണ്. അത് നമ്മൾ ഒറ്റൊന്നുകൂടിയും കാണാം. നമ്മൾ മുമ്പേ പറഞ്ഞ് പിന്നെ നമ്മൾ മുമ്പ് കാലത്തൊക്കെ പറഞ്ഞതേ എന്താണ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പണ്ട് കഴിഞ്ഞു പോയ ഒരു സംഗതിയും കൂടി നമുക്ക് കാന്തപുരം തന്നെ പറയുന്ന ഒന്ന് കേൾക്കാം. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരിക്കൽ പത്രത്തിലൊക്കെ വന്നതാണ്, പേപ്പറിൽ വന്നു എന്ന്. നമ്മൾ പിന്നെ ഇതിനൊരു പരിഹാസപൂർവ്വം അല്ലെങ്കിൽ ചിരിക്കാനോ അതിനു വേണ്ടിയിട്ട് ആ രീതിയിലേ അല്ല പറയുന്നത്. പേപ്പറിൽ വന്ന കഥകളാണെങ്കിൽ ഒരു സാമാന്യവൽക്കരിച്ച് എന്തായിരുന്നാലും ഉള്ളതാണെന്നുള്ള രീതി വരുത്താൻ വേണ്ടി ആയിരിക്കാം പേപ്പറിൽ വന്നു. അങ്ങനെ ഒരു പേപ്പർ കട്ടിങ് ഉണ്ടോ? എന്തായാലും അദ്ദേഹം തുടരട്ടെ. മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കാർ കൈയാഴ്ച CM വലിയുള്ള കാർ, അവര് സഞ്ചരിച്ച കാർ ആരോ കള്ളന്മാര് ഒറ്റ കൊടുത്ത് എന്തോ പണവുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്ത്. പോലീസുകാരെ ചുമതലയാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കൈ കാണിച്ചു, പക്ഷേ നിർത്തിയില്ല. കാർ നിർത്താതെ പോന്നു. മീൻചന്ത പോലീസ് സ്റ്റേഷനിൽ എടുത്തെത്തിയപ്പോ ഒരു 5-10 പോലീസുകാർ ഒന്നായിട്ട് റോട്ടുമൽ കൊണ്ടിട്ട് കാറ് തടുത്ത് നിർത്തി. എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങളെ കാറ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ധൈര്യത്തോടുകൂടി പറഞ്ഞു, റോട്ടിൽ നിന്ന് മാറണം, റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ്, നിങ്ങൾ തടഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ കാറ് കയറ്റിയിട്ട് കൊല്ലും, ഉടനെ മാറിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളെ ശരീരം. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ലെങ്തി ആയിട്ട് പോകും. അത്രത്തോളം ഇവരുടെ മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ പ്രാമാണികമല്ലാത്ത ഇത്തരം കഥകൾ, ആളുകളെ സംശയം ജനിപ്പിക്കുന്ന, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകൾ ഒരുപാട് പടച്ചുണ്ടാക്കിയത് ഇവരുടെ AP സുന്നി വിഭാഗത്തിലുള്ള മെയിൻ സ്ട്രീമിലുള്ള മെയിൻ ആളുകൾ തന്നെ പറഞ്ഞത് ഒരുപാടുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് പകരം ഉസ്താദിനെ പോലത്തെ ചെറുപ്പക്കാരായ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, നല്ല വിദ്യാഭ്യാസമുള്ള ഉസ്താദുമാരൊക്കെ ചെറിയ കുട്ടികളായിട്ടുള്ള നല്ല കഴിവുകൾ സംസാരത്തിലൊക്കെ നല്ല വളരെ പ്രാവീണ്യമുള്ള ആളുകൾ വരെ പക്ഷേ ഇത്തരം കഥകൾ അവരുടെ പ്രഭാഷണങ്ങളിൽ വളരെ വ്യാപകമായ, നിങ്ങളെ സംഘടനൻ്റെതായിരുന്നാലും അല്ലെങ്കിലൊക്കെ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, മുസ്ലിം അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഇവരിങ്ങനെ തലനാരിഴ കീറി ഒന്നും നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻ്റ് ആണോ ഒന്നും നോക്കി നടക്കൂലല്ലോ. നിങ്ങൾ പഠിപ്പിച്ച് വെച്ച കാര്യങ്ങൾ ഇതിലേക്ക് സ്പ്രെഡായിട്ടുണ്ട്, അത് ആളുകൾ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പിന്നെ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ അതിനെയൊക്കെ തള്ളി പറയുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട്. അത് സന്തോഷകരമാണ്. നിങ്ങളതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടും ഒരു മാറ്റമാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതി തന്നെയാണ്. ഇനി പ്രാമാണികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, നേരത്തെ പേരോണ്ടൊക്കെ സ്പീച്ച് പറഞ്ഞു, ചിലതുണ്ട് ചിലതില്ല എന്ന്. നിങ്ങൾ പറഞ്ഞു അത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നൊക്കെ നിങ്ങൾ പറയേണ്ടതുണ്ട്. ഇത്തരം കഥകൾ, നിങ്ങൾ പറയുന്ന കഥകൾ ആൾക്കാർ കേട്ടോളണം, ഈ സംഘടനയിൽ ഇല്ലാത്ത ഉസ്താദുമാർ പറയുന്നത് കേൾക്കരുത് എന്നാണോ? എന്താണ് ഇതിൻ്റെ കറക്റ്റ് മാനദണ്ഡം? അതും പറയണമല്ലോ. അവർ പറയുന്ന അതേ ബേസിലുള്ള പോക്കർകുട്ടി ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ട് എന്നൊക്കെ പറയുന്ന പ്രമാണമല്ലാത്ത കാര്യങ്ങൾ കാന്തപുരം ഉൾപ്പെടെ പേരോട് ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഗതികൾ തന്നെയാണ് നിങ്ങളെ കൂട്ടത്തിൽ ഇല്ലാത്ത അഹ്സനി ഉൾപ്പെടെ ആളുകൾ പറയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നും കൂടി പറയണം. മാത്രമല്ല ഇത്തരം ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് സന്തോഷകരമായ ഒരു മാറ്റമാണ്. മാറ്റം വരുമ്പം ഒരുപാട് സംഗതികൾ അതിൻ്റെ കൂടെ വരേണ്ടതുണ്ട്. കാരണം ഈ പറയുന്നത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ബേസ് ഈ മാല കിതാബുകളിൽ ഒരുപാട് കിതാബുകൾ, മാല മൗലൂദുകൾ എന്നൊക്കെ പറയും, മാലകൾ, അതിലൊക്കെ ഇത്തരം കഥകളാണ് ഒരുപാടുള്ളത്. അതിനോടൊക്കെയുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് പറയേണ്ടതുണ്ട്.
ഏതായിരുന്നാലും ഇത്തരം കഥകൾ ഇനിയുള്ള സ്പീച്ചുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, പണ്ഡിത സമ്മേളനമൊക്കെ വിളിച്ചു ആളുകൾക്ക് ഇത്തരം കഥകൾ ഇനി പറയരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരിപ്പം അറ്റ്ലീസ്റ്റ് ആ ഒരു എന്ത് കാരണം കൊണ്ടായിരുന്നാലും അറ്റ്ലീസ്റ്റ് ആ ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. ഇനി സംഭാഷണങ്ങളിലൊന്നും കൂടുതൽ കാര്യങ്ങൾ ഇത്തരം കഥകൾ ഉണ്ടാവില്ല എന്ന് പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ വീണ്ടും ആവർത്തിക്കുകയാണ്, വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് കൊണ്ടു നടന്നതിലും ഇത് വ്യാപകമാക്കുന്നതിലും ഒക്കെ മാതൃക കാണിച്ചത് എസ്പെഷ്യലി AP വിഭാഗം സുന്നികളാണ്, അവരുടെ പണ്ഡിതന്മാരാണ്, ഏതെങ്കിലും ഉസ്താദുമാരല്ല, മെയിൻ സ്ട്രീമിലുള്ള ഉസ്താദുമാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുകൂടി ചേർത്ത് പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.